السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാം പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത ഒരു ചരിത്ര പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് ഇന്നത്തേത് ആരംഭിക്കുകയാണ്. 7ാമത്തെ ദിവസമാണ് ഇന്ന് ക്ലാസ് തുടരുന്നത്. നേരത്തെ നടന്ന ക്ലാസ്സുകളും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടക്കാനുള്ള ക്ലാസ്സുകളും വേണ്ടതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കി ജീവിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് നിങ്ങൾ ദുആ ചെയ്യണമെന്നും അറിയിക്കുന്നു. മഹാനായ മർഹൂം താജുൽ ഉലമ, അവരാണല്ലോ സമസ്തയുടെ സീനിയർ വൈസ് പ്രസിഡന്റ്. ആ നിലക്ക് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ ബോഡി ആധികാരികമായി വിളിക്കപ്പെട്ടു. ഏതെങ്കിലും കുറച്ച് ആളുകൾ കൂടിയതല്ല, ജനറൽ ബോഡിക്ക് അർഹരായ മുഴുവൻ ആളുകളെയും. ഒരു പ്രശ്നം ഉത്ഭവിച്ചതിന് ശേഷമുള്ള ജനറൽ ബോഡിയാണ്. അതുകൊണ്ട് നേരത്തെയുള്ള മുഷാവറ മെമ്പർമാരിൽ ആരെയും ആ യോഗത്തിലേക്ക് ഒഴിവാക്കിയിട്ടില്ല. അന്ന് നിലവിലുണ്ടായിരുന്ന മുഴുവൻ മുഷാവറ മെമ്പർമാരെയും ക്ഷണിച്ചു. മുഷാവറ മെമ്പർമാർക്ക് രജിസ്ട്രേഡായിട്ടും അല്ലാത്തവർക്ക് പോസ്റ്റൽ ഓർഡർ എന്ന നിലക്കും എല്ലാവർക്കും കത്തയച്ചു. 5000-ലധികം പണ്ഡിതന്മാരെ ക്ഷണിച്ചതിൽ 5325 പണ്ഡിതന്മാർ ആ ജനറൽ ബോഡിയിൽ പങ്കെടുത്തു. ഏതാനും ആളുകൾ വിദേശത്തായതിൻ്റെ പേരിലും മറ്റു ചിലർക്ക് രോഗം കാരണം അസൗകര്യമുള്ളതിൻ്റെ പേരിലും മറ്റു ചിലർക്ക് മറ്റു ചില പ്രയാസങ്ങൾ വന്നതിൻ്റെ പേരിലും ഏകദേശം ഒരു 200ഓളം ആളുകൾ ആ യോഗത്തിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതിൽ 95% ആളുകളും സംബന്ധിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അറിയിക്കുകയും ഞങ്ങൾ സംബന്ധിച്ചിട്ടില്ലെങ്കിലും ഈ ജനറൽ ബോഡിയുടെ തീരുമാനം ഞങ്ങൾക്ക് അംഗീകാരമാണെന്ന് അവർ അറിയിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ തികച്ചും പരിപൂർണമായ ഒരു ജനറൽ ബോഡി തന്നെയാണ് അന്ന് ചേർന്നത്. പക്ഷേ മാനു മുസ്ലിയാർ പോലത്തെ KK ഹസരത്ത്, ഐദർസ് മുസ്ലിയാർ, ബഷീർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തുടങ്ങിയ ആളുകളൊന്നും ആ യോഗത്തിൽ വന്നിട്ടില്ല. അവർക്കും കത്ത് കിട്ടാത്തതിൻ്റെ പേരിലല്ല, അവർക്കയച്ച രജിസ്ട്രേഡ് കത്തിൻ്റെ എക്നോളജ്മെൻറ്റ് അഥവാ അതിൻ്റെ മടക്ക രസീതി തിരിച്ചു കിട്ടിയിരുന്നു. ആ ലെറ്റർ അവർ ഒപ്പിട്ട് വാങ്ങിയത് അതിൻ്റെ റെക്കോർഡിനുള്ള അതിൻ്റെ മടക്ക രസീതി തിരിച്ചു കിട്ടിയിരുന്നു. അപ്പോൾ അവർക്ക് കത്ത് കിട്ടി എന്നുള്ളതിന് അത് സാക്ഷിയാണ്. പക്ഷേ അവർ യോഗത്തിന് വന്നില്ല. മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന് ശാരീരിക അവശത കൊണ്ടും യോഗത്തിന് വരാൻ കഴിഞ്ഞില്ല. ആ വിവരം ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ജനറൽ ബോഡിയിലേക്ക് എനിക്ക് വരാൻ കഴിയില്ല തങ്ങളെ, നിങ്ങളതൊക്കെ നിയന്ത്രിച്ച് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണമെന്ന് ആശീർവാദവും കൊടുത്തിരുന്നു. അങ്ങനെ ഈ മഹാന്മാരായ നേതാക്കളുടെ ആശീർവാദവും അതുപോലെ മഹാനായ ഖുതുബുസ്സമാൻ, ഖുതുബുൽ ആലം CM വലിയുല്ലാഹിയുടെ ആശീർവാദവുമൊക്കെ ആ ജനറൽ ബോഡിക്കുണ്ടായിരുന്നു. 1989 മാർച്ച് 4, 5 തീയതികളിലാണ് തിരൂരങ്ങാടിയിൽ അതിവിശാലമായൊരു പന്തലിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ ഒരു ദിവസം പൂർണ്ണമായി ആലിമീങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യത്തോടു കൂടിയായിരുന്നു ജനറൽ ബോഡി ഒരുക്കിയിരുന്നത്. കാരണം വളരെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കുറച്ചാളുകൾ കൂടി ഒരു പ്രമേയം പാസാക്കി എന്നിട്ടൊരു ലിസ്റ്റ് വായിച്ച് അതങ്ങോട്ട് അംഗീകരിച്ച് തിരിച്ചു പോകുന്ന ഒരു ജനറൽ ബോഡി ആയിരുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേരത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യണം. 924 രൂപീകൃതമാവുകയും 936 രജിസ്ട്രേഡ് സംഘടനയായി പ്രവർത്തനരംഗത്തേക്കിറങ്ങുകയും ചെയ്ത ഈ സംഘടന പിൽക്കാലങ്ങളിൽ എന്തൊക്കെ ഇവിടെ ചെയ്തു, നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തിനു വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായത്
ഈ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസത്തെ പ്രോഗ്രാമാക്കി ഈ ജനറൽ ബോഡി നിശ്ചയിച്ചത്. ഇതിന് മുമ്പ് ഒരിക്കലും ഇങ്ങനെ 2 ദിവസത്തെ പ്രോഗ്രാമിൽ വെച്ച് ജനറൽ ബോഡി കൂടിയിട്ടില്ല. നേരത്തെയും 3-4 പ്രാവശ്യം ജനറൽ ബോഡി നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു പേരിന് മാത്രമെന്നല്ലാതെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ ഒരു ജനറൽ ബോഡി ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് കാര്യക്ഷമമായ വ്യവസ്ഥാപിതമായ രൂപത്തിൽ തന്നെ ഈ ജനറൽ ബോഡി നടക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി വളരെ ആസൂത്രിതമായി സുസജ്ജമായിട്ടായിരുന്നു ജനറൽ ബോഡി സംഘടിപ്പിച്ചിരുന്നത്. എന്തായിരുന്നു ജനറൽ ബോഡിയുടെ തീരുമാനം? നമുക്കതൊന്ന് പരിശോധിക്കാം. 1989 മാർച്ച് 4 പ്രഭാതം പൊട്ടിവിടരുമ്പോൾ തന്നെ ഈ ആലിമീങ്ങളുടെ പടയണി തീരങ്ങാടി ലക്ഷ്യം വെച്ച് നീങ്ങിയിരുന്നു. ഏകദേശം 9 മണിയോടുകൂടി ഏതാനും ആളുകളൊക്കെ എത്തിച്ചേർന്നു. 10 മണി കഴിഞ്ഞപ്പോഴേക്കും മുഴുവൻ ആലിമീങ്ങളും പന്തലിൽ അണിനിറന്നു. മഹാനായ താജുൽ ഉലമ, മർഹൂം നൂറുൽ ഉലമ, കൻസുൽ ഉലമ, ഖമറുൽ ഉലമ, റഈസുൽ ഉലമ തുടങ്ങിയ പ്രഗത്ഭരായ കോട്ടൂർ ഉസ്താദ് ഇങ്ങനെയുള്ള പ്രഗത്ഭരായിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ സ്റ്റേജിൽ ഉപവിഷ്ടരായി. ജനറൽ ബോഡി വിളിച്ചു ചേർത്തതിൻ്റെ ആവശ്യകത വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് സമസ്തയിലുണ്ടായ സംഭവ വികാസങ്ങൾ അത് നൂലിടവിടർത്തി ചർച്ച ചെയ്തു. ചർച്ചകൾക്ക് പ്രധാനമായും നേതൃത്വം കൊടുത്ത ആള് ബഹുമാനപ്പെട്ട മുസ്തഫ ഫൈസി അവറുകളായിരുന്നു. ആ വിഷയം അതിൻ്റെതായ തനതായ രൂപത്തിൽ അത് അവതരിപ്പിച്ചതും മുസ്തഫ ഫൈസി തന്നെയായിരുന്നു. വിഷയാവതരണം ഏകദേശം ളുഹറോടുകൂടെ പൂർത്തിയാവുകയും ളുഹർ നിസ്കാരത്തിന് വേണ്ടി യോഗം നിർത്തിവെക്കുകയും നിസ്കാരവും ഭക്ഷണവും ഒരല്പസമയ വിശ്രമവും കഴിഞ്ഞ് നേരത്തെ നടന്ന ഈ വിഷയാവതരണത്തിൽ അവഗാഹമായി ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഒട്ടുമിക്ക ആലിമീങ്ങളും പങ്കെടുത്തു. അങ്ങനെ ആദ്യത്തെ ദിവസം വളരെ സജീവമായിരിക്കുന്ന ഈ സദസ്സ് അന്ന് മഗ്‌രിബിന് ശേഷം പിന്നെയും പരിപാടി തുടർന്നു. എല്ലാ സെഷനുകളിലും സുന്നത്ത് ജമാഅത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെ. അങ്ങനെ രാത്രി ഏകദേശം 11:30 മണിയോടുകൂടി ഒന്നാമത്തെ ദിവസം പരിപാടി അവസാനിച്ചു. രണ്ടാമത്തെ ദിവസവും രാവിലെ തന്നെ പരിപാടി തുടങ്ങി. 10 മണിയായപ്പോഴേക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമാവുന്ന രൂപത്തിൽ എല്ലാ വിഷയങ്ങളും വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ നിലവിലുള്ള മുശാവറ മെമ്പർമാരിൽ പലർക്കും താല്പര്യമില്ല എന്നുള്ള കാര്യം അവിടെ തുറന്ന് ചർച്ച ചെയ്യുക തന്നെ ചെയ്തു. കാരണം ഒരു വിഭാഗം ആലിമീങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഇംഗിതത്തിനൊത്ത് കളിക്കുന്നവരായിരുന്നു. മുശാവറയിൽ അവർ തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷേ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനോ അതിന്റെ സുഗമമായ പ്രവർത്തനത്തിനോ അവരുടെ സഹകരണം കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കിയാണ് ഈ ജനറൽ ബോഡി വിശദമായി ചർച്ച ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളിലൂടെ കൈമാറിത്തന്ന മഹത്തായിരിക്കുന്ന ഈ സംഘടന അത് സുന്നത്ത് ജമാഅത്തിന് നിലനിൽപ്പിന് വേണ്ടി നിലനിൽക്കുക തന്നെ വേണം. അതിനെതിരെ ആര് ഉറഞ്ഞു തുള്ളാൻ വന്നാലും അവർ എത്ര വലിയ ശക്തി ഉള്ള ആളുകളായിരുന്നാലും അല്ല വലിയ ഭരണകർത്താക്കളോ അല്ലെങ്കിൽ ആ ഭരണകർത്താക്കൾ നിശ്ചയിക്കുന്ന രാഷ്ട്രീയക്കാരോ ആണെങ്കിൽ തന്നെ നാം അത് മുഖവിലക്കെടുക്കേണ്ടതില്ല. അഖദാമക്കും പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അതിന് സഹായകമായ രൂപത്തിൽ നാം മുന്നോട്ട് നീങ്ങിയാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുകയും മാത്രവുമല്ല നാം ഈ മുന്നേറിക്കൊണ്ടിരിക്കുന്ന പാതയിൽ നമ്മുടെ പാദത്തെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് അചഞ്ചലമായ മുന്നേറ്റം നടത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതിൽ നാം ചെയ്യേണ്ടത് മറ്റുള്ള ആളുകളോട് വ്യക്തിവിരോധമോ മറ്റേതെങ്കിലും കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമോ ഇതൊന്നും പരിഗണിക്കാതെ
അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആഖിറത്തിലേക്ക് വേണ്ടിയാണ് ദുനിയാവിൽ നാം ജീവിക്കുന്നത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരിൽ മുന്നണി പോരാളിയായി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നിലനിൽക്കുക എന്ന ലക്ഷ്യത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. ആ ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം എല്ലാവരും പ്രതിജ്ഞാബദ്ധരാകുന്നു എന്ന ആ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ ആലിമീങ്ങളും തക്ബീർ ധ്വനിയോടുകൂടി ആ പരിപാടി, ആ പ്രഖ്യാപനം, ഈ യോഗം ജനറൽ ബോഡി അത് അംഗീകരിക്കുകയും ആ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതല്ലാതെ ആരും ആരെയും അങ്ങോട്ടോ ഇങ്ങോട്ടോ പുറത്താക്കിയതല്ല. നിയമപരമായി യോഗം ചേർന്നുകൊണ്ട് ഏതൊരു കമ്മിറ്റിയാണെങ്കിലും ആ കമ്മിറ്റിയുടെ ബൈലോ അനുസരിച്ചാണല്ലോ അത് പ്രവർത്തിക്കേണ്ടത്. ആ ബൈലോ അനുസരിച്ചാണ് ഇവിടെ ഈ യോഗം ചേർന്നത്. ആ അടിസ്ഥാനത്തിലാണ് പുനഃസംഘടന നടന്നത്. എങ്ങനെയായിരുന്നു പുനഃസംഘടിപ്പിച്ചിരുന്നത്? നമുക്കത് ഒന്ന് വിശകലനം ചെയ്യാം. സമസ്തയിലെ ജനറൽ ബോഡി ചേർന്ന് കണ്ണിയത്ത് ഉസ്താദിനെ പുറത്താക്കാൻ തീരുമാനിച്ചു എന്നോ അല്ലെങ്കിൽ ശംസുൽ ഉലമയെ പുറത്താക്കിയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആലിമീങ്ങളെ പുറത്താക്കിയെന്നോ ഒരു പ്രമേയമോ ഒരു തീരുമാനമോ ആ ജനറൽ ബോഡിയിൽ എടുത്തിട്ടില്ല. അതാരും പരാമർശിച്ചിട്ടുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി എന്തൊക്കെ ചെയ്യണം, നാം കൂട്ടായി എന്ത് പ്രവർത്തിക്കണമെന്നൊക്കെ വിശദമായി ചർച്ചയായിരുന്നു നടന്നിരുന്നത്. ഈ തീരുമാനം നടപ്പിലാക്കുവാൻ നമുക്ക് സമസ്ത പുനഃസംഘടിപ്പിക്കണം. അല്ലേ? കുറെ കാലമായി അതിന് ജനറൽ ബോഡി ചേർന്നിട്ട്, അതുകൊണ്ട് അതിൻ്റെ ഒരു ജനറൽ ബോഡി ചേർന്നിരിക്കുകയാണ്. നാം ഇവിടെ പുനഃസംഘടന നടത്തുകയാണ്. അത് ആ ജനറൽ ബോഡിയുടെ അധികാരത്തിൽപ്പെട്ടതാണ്. ഇത്ര വലിയ നേതാക്കളാണ് അതിന് തലപ്പത്തിരിക്കുന്നതെങ്കിലും അതിൻ്റെ പരമാധികാരം ഏത് കമ്മിറ്റിയാണെങ്കിലും അതിന് ജനറൽ ബോഡിക്കാണ്. അതൊരു മഹല്ല് തലം തൊട്ട് ഒരു യൂണിറ്റിൽ അടങ്ങുന്നതാണ് ഒരു മഹല്ല്. ആ മഹല്ലാവട്ടെ, അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ കമ്മിറ്റി ആവട്ടെ, അല്ലെങ്കിൽ ഒരു സോണ് അഥവാ ഒരു മേഖലൻ്റെ, അല്ലെങ്കിൽ ജില്ലയുടെ, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ, അല്ലെങ്കിൽ അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള കമ്മിറ്റി ആവട്ടെ, ഏത് കമ്മിറ്റിയാണെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ പവറുള്ള ബോഡി ജനറൽ ബോഡിയാണ്. ആ ജനറൽ ബോഡി എടുക്കുന്ന തീരുമാനം അത് വർക്കിംഗ് കമ്മിറ്റി അംഗീകരിക്കണമെന്നുള്ളത് എല്ലാവരും സ്വീകരിക്കുന്നൊരു നയമാണ്. അതാണ് അതിൻ്റെ നിയമവും. പക്ഷേ ഈ ജനറൽ ബോഡി തീരുമാനിക്കുന്നതും ജനറൽ ബോഡി എടുക്കുന്ന അഭിപ്രായങ്ങളും അത് ഹക്കായിരിക്കണം, അള്ളാഹു പൊരുത്തപ്പെട്ടതായിരിക്കണം. ജനറൽ ബോഡിയാണെന്ന് കരുതി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ ഇസ്ലാമിക ദൃഷ്ട്യാ ഒരു ജനറൽ ബോഡിക്കും അധികാരമില്ല. അല്ലേ? ഒരു പള്ളിയുടെ ജനറൽ ബോഡി ചേർന്ന് ആ ജനറൽ ബോഡി മെമ്പർമാരിൽ ഉദാഹരണം 400 ആളുകളുണ്ട്. 350 ആളുകളും തീരുമാനിച്ചു നമ്മുടെ പള്ളി അതൊന്ന് പുനരുദ്ധാരണം നടത്തണം, അതിന് ഫണ്ട് സമാഹരിക്കാൻ യേശുദാസിനെ പങ്കെടുപ്പിച്ച് നമുക്കൊരു ഗാനമേള സംഘടിപ്പിക്കാം. അത് പറ്റില്ലെന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു. 400 ആളുകളിൽ നിന്ന് 380 ആളുകളും പറഞ്ഞു അങ്ങനെ ചെയ്യാം. 20 ആൾ പറയുന്നു പറ്റില്ല. എങ്കിൽ അവിടെ ഭൂരിപക്ഷമല്ല നോക്കേണ്ടത്, അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാണോ തീരുമാനം. ആ തീരുമാനം അടിസ്ഥാനത്തിൽ ദീനിന്റെ കമ്മിറ്റികളൊക്കെ വരാവൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീരുമാനം അവിടെ എടുക്കുന്നത് അത് ഹക്കിന്റെ അടിസ്ഥാനത്തിലാവണം. ആ അടിസ്ഥാനത്തിൽ മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനം എടുത്തിട്ടുള്ളത്. ആ തീരുമാനാടിസ്ഥാനത്തിൽ അവിടെ ഒരു പാനൽ അവതരിപ്പിക്കപ്പെട്ടു. മഹാനായ മർഹൂം താജുൽ ഉലമ മഹാനവറുകൾ പ്രസിഡന്റും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായി 40 ആൾ അടങ്ങുന്ന ഒരു പാനൽ മെമ്പർമാരുടെ ലിസ്റ്റ്. ഈ ലിസ്റ്റ് ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച് അവിടെ പ്രഖ്യാപിക്കുന്നത് ഇത് ഒരു മാതൃകയാണ്. ഈ ആളുകളെ മുഴുവനും നിങ്ങളെ മുന്നിൽ വായിക്കുന്നു. ഓരോരുത്തരുടെ പേര് വായിക്കുമ്പോഴും നിങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കണം, ആളുകളെ മനസ്സിലാക്കണം. എന്നിട്ട് ഈ 40 ആളുകളിൽ നിന്ന് ആരെങ്കിലും നേരത്തെ നാം ഈ പറഞ്ഞ ഈ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ആ നയം നടപ്പിലാക്കാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ ആ ആദർശത്തിൽ ഏതെങ്കിലും നിലക്ക് കളങ്കം ചാർത്തുന്നവരോ ആയി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്ന
ആരെങ്കിലും ഈ വായിക്കുന്ന ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങളത് വളരെ വ്യക്തമായി ഈ സ്റ്റേജിൽ ഈ സദസ്സിൽ പറയുക തന്നെ വേണം എന്ന ആമുഖത്തോടു കൂടിയാണ് ഈ ലിസ്റ്റ് വായിക്കുന്നത്. ഈ ലിസ്റ്റ് വായിച്ച് എല്ലാവരും സാഗൂതം കേട്ടിരുന്നു. എന്നിട്ട് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അഭിപ്രായം ചോദിക്കുന്നു. ഈ ലിസ്റ്റ് നിങ്ങളൊക്കെ വായിച്ചു, നിങ്ങളത് കേട്ടു, നിങ്ങൾ മനസ്സിലാക്കി, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ലിസ്റ്റിലായെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടോ? അതല്ല വേറെ ആരെങ്കിലും ഇതിലേക്ക് കടന്നു വരാത്ത ഒഴിവായി പോയവരുണ്ടോ? അങ്ങനെ ആലോചിച്ച് ലിസ്റ്റ് എടുക്കുകയാണെങ്കിലും ഒരു പക്ഷേ ആ ലിസ്റ്റ് തയ്യാറാക്കിയ 3-4 ആളുകളുടെ ശ്രദ്ധയിൽ പെടാത്ത ആളുണ്ടാകാം. ഇവിടെ 5000-ത്തിലധികം വരുന്ന പണ്ഡിതന്മാരോടാണ് ഇത് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒഴിവായവരുണ്ടോ? അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ആശയത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരോ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ മുന്നിട്ടിറങ്ങാത്തവരോ ആയ ആരെങ്കിലും ഉണ്ടോ? അത് നിങ്ങൾ പരിശോധിക്കണം, നിങ്ങൾ അതൊന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് സമയം ജനറൽ ബോഡി മെമ്പർമാർക്ക് കൊടുത്തപ്പോൾ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വന്ന ഒരു ജനറൽ ബോഡി മെമ്പർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൂടെ എന്നൊരു ചോദ്യം. ശംസുൽ ഉലമയെ കൂടി നമ്മുടെ ഈ മുശാവറയിൽ ഉൾപ്പെടുത്തിക്കൂടെ? ഉൾപ്പെടുത്തണം എന്നല്ല പറയുന്നത്, ഉൾപ്പെടുത്തിക്കൂടെ? അത് പറഞ്ഞപ്പോൾ അതിനെ ആരും ശക്തമായി എതിർത്തിട്ടില്ല. ശംസുൽ ഉലമയെ പറ്റൂല, ശംസുൽ ഉലമയെ ചേർക്കാൻ പറ്റൂല, ശംസുൽ ഉലമയെ മെമ്പറാക്കാൻ പറ്റൂല എന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആരും അഭിപ്രായപ്പെട്ടിട്ടില്ല. എന്നാൽ ശംസുൽ ഉലമയെ എടുത്തിട്ടുമില്ല, അല്ലേ? ശംസുൽ ഉലമയെ മെമ്പറായിട്ട് എടുത്തിട്ടുമില്ല. എന്താണ് ചെയ്തത്? അതൊന്ന് പരിശോധിക്കാം. ശംസുൽ ഉലമയെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൂടെ എന്ന ചോദ്യത്തിന് ശംസുൽ ഉലമയെ ധിക്കരിക്കുന്ന എന്തെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു അഭിപ്രായമോ വരുന്നതിന് പകരം വളരെ തന്ത്രപരമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട നേതാക്കൾ ഒരു വിശദീകരണം നൽകി. നാം എല്ലാ ആളുകൾക്കും വിശദമായി കത്തെഴുതിയിരുന്നു, വിവരമറിയിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കും കത്തെഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് ഈ ജനറൽ ബോഡിക്ക് വരാൻ പറ്റാത്ത പല സൗകര്യങ്ങളും ഇപ്പോൾ ഇല്ലതാണ്. അതുകൊണ്ട് ജനറൽ ബോഡിയിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ പങ്കെടുത്ത ആളുകളിൽ തന്നെ പ്രഗത്ഭരായിരിക്കുന്ന ആളുകൾ ഉള്ളതിൻ്റെ പേരിലും നാം ഈ പങ്കെടുത്തവരിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുക്കുന്നു എന്നല്ലാതെ ശംസുൽ ഉലമയെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പറ്റുകയില്ലെന്നോ അല്ലെങ്കിൽ ശംസുൽ ഉലമയ്ക്ക് ഇന്ന കുറവുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് എടുക്കാൻ പറ്റുകയില്ല എന്നോ അവിടുന്ന് അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷേ മഹാനായ ശംസുൽ ഉലമ ആ ജനറൽ ബോഡിക്ക് വന്നിരുന്നെങ്കിൽ അതിന് മുമ്പുണ്ടായ ചില പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമായിരുന്നു. കാരണം ജനറൽ ബോഡി മെമ്പർമാർക്ക് ചോദിക്കുന്നതിന് ഒരതവുകേടും ഇല്ല, അത് നമ്മുടെ സംഘടനയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. ആ ചോദ്യം ചോദിക്കുകയും അതിന് തൃപ്തികരമായ മറുപടി മഹാനായ ശംസുൽ ഉലമയിൽ നിന്നുണ്ടാവുകയും ചെയ്താൽ ശംസുൽ ഉലമയെ മുശാവറയിലേക്ക് അഥവാ സമസ്തയിലേക്ക് മെമ്പറാക്കുന്നതിന് വിരോധം ഇല്ല. പക്ഷേ മഹാനായ താജുൽ ഉലമയും മറ്റുള്ള പണ്ഡിതന്മാരും നേരത്തെയുള്ള മുശാവറയിൽ നിന്നും ഇറങ്ങിപ്പോരുമ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ നിലപാട് മറ്റൊന്നാണ്. അഥവാ ഈ രാഷ്ട്രീയ മൗലാനമാരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ തീരുമാനങ്ങൾക്ക് വേണ്ടതുപോലെ പിന്തുണ കൊടുക്കാത്ത ഒരു നിലപാട്. അതിന്റെ ഉദാഹരണമാണല്ലോ പ്രധാനമന്ത്രിയെ കാണാൻ പോകാൻ തീരുമാനിച്ചതിൽ നിന്ന് മഹാനായ ശംസുൽ ഉലമ മാറി നിന്നത്. മഹാനായ ശംസുൽ ഉലമ എന്നൊരു തീരുമാനമെടുക്കുകയായിരുന്നെങ്കിൽ അത് നേരത്തെ തീരുമാനിച്ചതാണ്, അത് പോവുക തന്നെ വേണം എന്നൊരു നിലപാട് അന്ന് ശംസുൽ ഉലമ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ അന്ന് നിലവിലുള്ള ഒരു മുശാവറയിലുള്ള രാഷ്ട്രീയ മൗലാനമാർക്കും സാധിക്കുമായിരുന്നില്ല. കാരണം ശംസുൽ ഉലമയുടെ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ആ രൂപത്തിലായിരുന്നു. അതാണല്ലോ അരീക്കാട് പള്ളിയുടെ പേരിൽ ഒരു സാധാരണക്കാരൻ എന്തൊക്കെയോ എഴുതിക്കൊണ്ടുവന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞ കുറെ കടലാസുകൾ. ആ കടലാസ്
ഈ കൊണ്ടുവന്ന രാഷ്ട്രീയക്കാരനെ അനുകൂലിക്കുന്ന, രാഷ്ട്രീയത്തിനെ അനുകൂലിക്കുന്ന ആലിമീങ്ങളുടെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അന്ന് സധൈര്യം ചവറ്റുകൊട്ടയിലേക്ക് ഉച്ചത്തോടെ അത് വലിച്ചെറിഞ്ഞിരുന്നു. അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല, ഒരാലിമീങ്ങൾക്കും സാധിച്ചിട്ടില്ല. ആ നിലയ്ക്ക് ശംസുൽ ഉലമയുടെ പ്രഖ്യാപനവും ശംസുൽ ഉലമയുടെ തീരുമാനങ്ങളും വളരെ വ്യക്തമായിരുന്നു, ആവും എന്ന് എല്ലാവർക്കും അറിയാം. ആ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈ ജനറൽ ബോഡിക്ക് വരികയും മെമ്പർമാർക്കുള്ള സംശയം അവർ ചോദിക്കുകയും ചോദിച്ചതിന് തൃപ്തികരമായ മറുപടി ശംസുൽ ഉലമയിൽ ഉണ്ടാവുകയും ചെയ്താൽ ജനറൽ ബോഡി അത് ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും കൂടി അതിൽ മെമ്പറാക്കുമായിരുന്നു. പക്ഷേ ശംസുൽ ഉലമയ്ക്ക് രജിസ്ട്രേഡ് കത്തയച്ചിട്ട് പോലും ബഹുമാനപ്പെട്ടവർ ആ യോഗത്തിൽ വന്നില്ല. ഈ 5000-ലധികം പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയതിൽ 40 ആലിമീങ്ങളെ തെരഞ്ഞെടുക്കാൻ പ്രഗത്ഭരായ ആളുകൾ ഉണ്ടതാണ്. അതുകൊണ്ട് നാം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ നിന്നും ആളുകളെ തെരഞ്ഞെടുക്കുക എന്ന ശരിയായ ലൈന് സ്വീകരിച്ചുകൊണ്ട് ശംസുൽ ഉലമയോടുള്ള എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ആ മെമ്പർക്ക് മറുപടി കൊടുക്കുകയും അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ അഭിപ്രായം ഞാൻ പിൻവലിച്ചു എന്ന് അദ്ദേഹം ആ സദസ്സിൽ വെച്ച് പറയുകയും 5000-ലധികം വരുന്ന പണ്ഡിതന്മാർ ഏകകണ്ഠമായി ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ മഹാനായ താജുൽ ഉലമയെ പ്രസിഡന്റും ബഹുമാനപ്പെട്ട ഖമർ ഉലമയെ സെക്രട്ടറിയുമാക്കി ഒരു മുഷാവറ അവിടെ രൂപീകരിക്കുകയും സന്തോഷത്തോടുകൂടി എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇതാണ് ജനറൽ ബോഡിയുടെ മൊത്തമായിരിക്കുന്ന വിവരങ്ങൾ. ഇതിനെതിരായി ഇങ്ങനെയല്ല എന്ന് പറയാൻ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരൊറ്റ ആലിമിനും സാധ്യമല്ല എന്ന് ഞാനിത് അഹങ്കാരത്തോടെയോ മറ്റേത് നിലക്കോ അല്ല പറയുന്നത്, വസ്തുനിഷ്ഠമായി ചരിത്ര യാഥാർത്ഥ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്. എന്നാൽ ഈ സമ്മേളനം കഴിഞ്ഞു, ജനറൽ ബോഡി കഴിഞ്ഞു. ജനറൽ ബോഡി കഴിഞ്ഞതിന് ശേഷം ആ റിപ്പോർട്ട് എല്ലാ പത്രങ്ങൾക്കും നൽകി. എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. നമ്മൾ സിറാജ് പത്രം മാത്രമല്ല, എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. എന്തായിരുന്നു പത്രങ്ങളുടെ ആ റിപ്പോർട്ട് എന്നുണ്ടായിരുന്നത്? ഒരു സാമ്പിളിൽ നമുക്ക് പറയാം. എല്ലാ പത്രങ്ങളും മാർച്ച് 6-ാം തീയതി പുറത്തിറങ്ങിയപ്പോൾ ചില പത്രങ്ങളിലൊക്കെ ഫ്രണ്ട് പേജിലും മറ്റു പത്രങ്ങളിൽ പ്രാധാന്യത്തോടുകൂടെയും സമസ്ത മുഷാവറ പുനഃസംഘടിപ്പിച്ചു. ശരിക്കും നാം ഇത് മനസ്സിലാക്കണം. സമസ്ത മുഷാവറ പുനഃസംഘടിപ്പിച്ചു. സമസ്തയിൽ നിന്ന് കണ്ണിയത്ത് ഉസ്താദിനെ ഒഴിവാക്കി, അല്ലെങ്കിൽ ശംസുൽ ഉലമയെ ഒഴിവാക്കി, കോട്ടുമൽ ഉസ്താദിനെ ഒഴിവാക്കി, മറ്റുള്ള ആലിമീങ്ങൾ ഒഴിവാക്കി എന്നല്ല, പുനഃസംഘടിപ്പിച്ചു. ഈ റിപ്പോർട്ട് വന്നിട്ട് ഏകദേശം ഇപ്പോൾ 25 കൊല്ലം മുമ്പാണ്. ഇന്ന് വരെ ആ പുനഃസംഘടിപ്പിച്ചത് ശരിയായില്ല, അതല്ലെങ്കിൽ അത് സമസ്തന്റെ തീരുമാനമായിരുന്നില്ല, അല്ലെങ്കിൽ തിരൂരങ്ങാടി ഒരു യോഗം ചേർന്നത് നിയമവിരുദ്ധമാണ്, യഥാർത്ഥമായിരിക്കുന്ന ജനറൽ ബോഡി ഇന്ന സ്ഥലത്ത് ചേരുന്നുണ്ട്, അതാണ് സമസ്തയുടെ ജനറൽ ബോഡി. ഉള്ളാൾത്തങ്ങളോ കാന്തപുരമോ അവിടെ കുറച്ച് ആളുകളെ സംഘടിപ്പിച്ച് അവർ ചേർന്നത് സമസ്തയുടെ ഔദ്യോഗിക ജനറൽ ബോഡിയല്ല. അതിൻ്റെ പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദും ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുമാണ്. അതുകൊണ്ട് ഞങ്ങൾ വിളിക്കുന്നതാണ് യഥാർത്ഥ ജനറൽ ബോഡി, ഇവർ വിളിച്ച ജനറൽ ബോഡി അല്ല, അത് അംഗീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു പത്രക്കുറിപ്പോ ഒരു പ്രസ്താവനയോ ഒന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. 989 മാർച്ച് 6 മുതൽ 2016 മെയ് 4 എന്ന് അല്ലേ? അപ്പോൾ 26 കൊല്ലം മുമ്പാണ് ഈ തീരുമാനമെടുക്കുന്നത്. ഈ തീരുമാനമെടുത്തത് ഇന്നും തിരൂരങ്ങാടി ചേർന്ന യോഗം അത് സമസ്തയുടേതല്ലെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒരൊറ്റയാളും ചേളാരി സമസ്തയിൽ അന്നുമുണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവർ രാജ്യത്ത് മുഴുവനും രായ്ക്ക് രാമാനം ഞങ്ങളവരെ പുറത്താക്കി, കുന്നിക്ക് പുറത്ത് പുറത്താക്കി, ആറോളെ പുറത്താക്കി, മറ്റോളെ പുറത്താക്കി. അത് അരവിന്ദാക്ഷ മേനോന് സമസ്തയാണ് അല്ലേ? അവർ പരിഹസിക്കലുണ്ട്.
എന്താണ് അരവിന്ദാക്ഷ മേനോന്റെ അവസ്ഥ എന്ന് അവർ പറയുന്നത്? ആക്കോട് മർഹൂം TC മുഹമ്മദ് മുസ്ലിയാർ ഞാൻ ഇന്നലെ വിശദീകരിച്ച ആ ജനറൽ ബോഡി അത് നടക്കരുതെന്ന്, അല്ല, മുഷാവറ യോഗം അത് നടക്കരുതെന്ന് തീരുമാനിച്ച അടിസ്ഥാനത്തിൽ അതിന് ഒരു സ്റ്റേ വാങ്ങാൻ വേണ്ടി സാധാരണഗതിയിൽ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഒരു വക്കീൽ അതിനാവശ്യമാണ്. കാരണം വക്കീലുമാർ എഴുതുന്നത് പോലെ, നിയമവിദഗ്ധർ എഴുതുന്നത് പോലെ വ്യവസ്ഥാപിതമായി സാധാരണക്കാർക്ക് എഴുതാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഒരു വക്കീലിനെ സമീപിച്ചത്. ഈ വക്കീലിനെ സമീപിച്ചത് ഈ ഒരു സ്റ്റേ വാങ്ങാൻ വേണ്ടി മാത്രമായിരുന്നു. സമസ്തക്കെതിരെ കേസ് കൊടുക്കാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമോപദേശം തേടി മറ്റൊരു സമസ്ത ഉണ്ടാക്കാനോ ഒന്നുമായിരുന്നില്ല. ഈ ജനറൽ ബോഡി യോഗത്തിൽ ഈ വക്കീലിനെ ക്ഷണിച്ചിട്ടില്ല. വക്കീലിൻ്റെ അഭിപ്രായമനുസരിച്ച് ജനറൽ ബോഡി ചേർന്നിട്ടുമില്ല. സൊസൈറ്റി ആക്ട് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് സമസ്ത. അതിൻ്റെ ബൈലോയിൽ പറയുന്നുണ്ട് അതിന് ജനറൽ ബോഡി വിളിക്കേണ്ട നിയമങ്ങളൊക്കെ. ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇവിടെ ജനറൽ ബോഡി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വക്കീലിൻ്റെയോ ഒരു ജഡ്ജിയുടെയോ ഒന്നും ആവശ്യം ഈ ജനറൽ ബോഡിക്കില്ല. അപ്പോൾ ഈ ചേളാരി കമ്പനി ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കള്ളത്തരം അത് 100% കളവാണെന്ന് കൂടി എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കണം. അത് ആ ഷേ വാങ്ങാൻ വേണ്ടി ഒരു വക്കീലിനെ സമീപിച്ചു. അയാളുടെ പേര് അരവിന്ദാക്ഷനാകട്ടെ അല്ലെങ്കിൽ അബൂബക്കറാകട്ടെ ആരായിരുന്നാലും വക്കീലിൻ്റെ പണിയെടുക്കും. നമ്മളെ മർക്കസ് ലോ കോളേജിൽ പഠിച്ച വക്കീൽമാരൊന്നും വന്നില്ലല്ലോ. ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മുടെ നോളേജ് സിറ്റിയിൽ നിന്ന് ലോ കോളേജിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു, പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ വക്കീലിനെ തന്നെ സമദ് പുലിക്കാട് പോലെയുള്ള അഡ്വക്കറ്റുമാർ ഇന്ന് നമുക്കുണ്ട്. അന്നതൊന്നുമില്ലാത്ത കാലമാണ്. അപ്പോൾ ഒരു വക്കീലിനെ തേടേണ്ടി വന്നു. വക്കീൽ അതിൻ്റെ ആ നിയമം പോലെ എഴുതി. ഇപ്പോൾ ഒരു ആധാരം എഴുതുന്നത് സാധാരണ നാം സ്വത്ത് വിൽക്കുകയാണെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ മുദ്രപേപ്പർ വാങ്ങി നമ്മളങ്ങോട്ട് എഴുതിയിട്ട് കൊടുത്താൽ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അത് തള്ളും. അതുപോലെ പെന്നും മഷിയൊക്കെ ഉപയോഗിച്ചാണ് ആധാരം എഴുത്തുകാരും എഴുതുന്നത്. അവർക്കതിന് അംഗീകാരമുള്ളവരാണ്. അവരെഴുതിയതും നമ്മളെഴുതിയതും വ്യത്യാസമുണ്ടാകും. അതുപോലെ ഒരു കോടതിയിൽ കാര്യം കൊടുക്കുമ്പോൾ അതിൻ്റെ നിയമം പഠിച്ചവരാണ് വക്കീലുമാർ. അവരതിനെ വിളിച്ചു എന്ന് മാത്രം. അപ്പം അങ്ങനെയാണ് ഈ വക്കീലിനെ വിളിച്ചിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഞാനിത് പറയുന്നത് ഇപ്പോഴും അന്ന് 26 കൊല്ലം മുമ്പ് 5000-ലധികം വരുന്ന പണ്ഡിതന്മാർ അവിടെ യോഗം ചേർന്ന് തീരുമാനിച്ചത് അത് ശരിയല്ലെന്ന് പറയാൻ തൻ്റെടമുള്ള ഒരു ചേളാരിക്കാരൻ ഒരു ആരും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്തിന് പിന്നെയും കോഴിച്ചനയിൽ നാം സമസ്തയുടെ ബോർഡ് ചേർന്നു 2011. 10,000-ലധികം പണ്ഡിതന്മാർ അതിൽ പങ്കെടുത്തിരുന്നു. നമ്മുടെ ദേശീയപാതയുടെ ഓരത്ത് ഏത് വാഹനങ്ങൾ പോകുമ്പോഴും അവർ ആ സമ്മേളനം ശ്രദ്ധിച്ചിട്ടേ പോയിട്ടുള്ളായിരുന്നു. ആ സമ്മേളനവും ജനറൽ ബോഡിയായിരുന്നു. ഇങ്ങനെ വ്യവസ്ഥാപിതമായി ചേരുന്നുണ്ട്, ജനറൽ ബോഡി ചേരുന്നുണ്ട്, അങ്ങനെ ചേർന്നിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സമസ്ത പ്രവർത്തിക്കുന്നത്. അപ്പം അതിനൊന്നും എന്നൊരക്ഷരം മൊഴിയാടാൻ ഒരു തൻ്റെടമില്ലാത്ത കൗമ് സാധാരണക്കാരെ വിളിച്ചു ചേർത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. അവിടെ ആ പൊള്ളത്തരങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്ക് ശേഷമുള്ള ക്ലാസ്സിൽ അത് നമുക്കൊന്ന് വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്.